ഞാൻ മുല്ലയ്ക്കിലെ ശിവശങ്കരൻ കാരണവരാണ് ഇപ്പോൾ ഇന്നത്തെ. 80 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ 80 വയസ്സ് വരെ 10 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയും, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഇത് ദേശത്തെ മുല്ലയാണ്, അല്ലാതെ നമ്മുടേതല്ല. ഇതാർക്കും ഇതിനൊന്നും നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് നമ്മൾ അങ്ങനെ കാര്യം നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ആൾക്കാർ വന്ന് വേണ്ടുന്ന അതിന് സാധനങ്ങളോട് കൂടെ വന്ന് ഇവിടെ വന്ന് വെളിച്ചപ്പാട് നമ്മളതിനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുക. ബാക്കിയൊക്കെ ദേശക്കാർ, കൊട്ടുകാരുണ്ടായിരുന്നു. ഈ വാദ്യക്കാരൊക്കെ നമ്മളല്ല, നമ്മൾ പൈസ കൊടുത്തിട്ടല്ല വാദ്യക്കാരെ വിളിക്കുക. ഇങ്ങനെ കൊട്ടുകാരുണ്ട്. ആ കൊട്ടുകാരാണ് ദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരിക. കടവത്ത മാധവൻ നായർ, രാമകൃഷ്ണൻ നായർ, ഇവിടുത്തെ അങ്ങനെ 3-4 നായന്മാരുണ്ട്. അവരാണ് കൊട്ടുകാർ. അവരൊരു ടീമാണ്. അവർ ആ പൂജയുടെ സമയം വരുമ്പോൾ കലശത്തിൻ്റെ അന്ന് ഇവിടെ വരും. കാലത്ത് ഈ കൊട്ടി കഴിഞ്ഞിട്ട് അന്ന് പിന്നെ ഭക്ഷണമൊന്നുമില്ല. കാരണം അവർ കൊണ്ട് നടത്തില്ലേ. നമ്മളന്ന് അന്നൊക്കെ ഈ ജാതി വ്യവസ്ഥ ഉള്ള സമയമാണ്. കീഴ്ക്കുറഞ്ഞ ജാതിക്കാരുടെ അവിടുന്ന് ഭക്ഷണം മറ്റുള്ളവർ കഴിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വരും, ആ ചടങ്ങ് കഴിച്ചിട്ട് പോകും. അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ദേശത്തുനിന്ന് കൊണ്ടുവരികയാണ്. നമ്മളൊന്നും അറിയണ്ട. ഈ കലശം ഇവിടുത്തെ കഴിഞ്ഞാലും ഒരുപാട് കാലം നമുക്ക് വീട്ടിലത്തെ ചിലവിനുള്ളതായ എല്ലാ സാധനങ്ങളും, അരി, നെല്ല്, നാളികേരം, അങ്ങനെയുള്ള പച്ചക്കറികൾ, ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. അവരാണ് എന്നിട്ട് കൊണ്ടുവന്നിട്ട് കലശം നടത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആൺമക്കളില്ലാതെ കണ്ട് അന്യദേശത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ പൂജ നടത്തിയിരുന്നതാണ്. അന്യദേശത്തെ കുട്ടികളാണ് ഇവിടെ കൊണ്ടുവന്ന് പൂജ നടത്തിയിരുന്നത്. ആളില്ലാത്ത ആൺകുട്ടികൾ നടത്തണം ഈ പൂജ. 1945 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അതിൻ്റെ ഒരു 100 കൊല്ലം പുറകിലോട്ട് പോകണം. അപ്പോഴാണ് മുത്തച്ഛൻ്റെ ഇത് വരുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടുന്ന് പൂജ കലശങ്ങൾ ദേശത്ത് നിന്ന് കൊണ്ടുകൂടെ കുടിവെച്ചതാണ്, അല്ലാണ്ട് നമ്മൾ വെച്ചതല്ല. ഈ ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ ഭഗവതിയല്ല. നമ്മളവിടെ അതിൻ്റെ ഒരു അടിമയാണ്. അവിടുത്തെ നിത്യപൂജ നടത്തിയിട്ടൊക്കെ വേണ്ട വിധത്തിൽ നടത്തുക അതുള്ളതാണ്. അതിന് എല്ലാവരും സഹകരിക്കുക. ഇങ്ങനെ അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും. ഇപ്പോൾ തെക്കേക്കാരുണ്ട്, തെക്കേക്കാരുടെ ഒരു തണ്ടന്മാർ വീട്ടുകാരുണ്ട്. അവർ ആ ഒരു വിളക്കുണ്ടല്ലോ, മുല്ലത്തറയിലെ വിളക്കില്ലേ, അത് നമ്മൾ വെച്ചതല്ല. തെക്കേലെ മുരുകൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയുണ്ട്. അവരാണ് ആ വിളക്ക് കൊടുന്ന് വെച്ചത്, അവരുടെ വകയാണ്. അങ്ങനെ അതിന് വിളക്ക് ഇടയ്ക്കിടയ്ക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ അവർ എണ്ണ കൊണ്ടുവന്നിട്ട് വിളക്ക് തെളിയിപ്പിക്കും. അങ്ങനെ വിളക്ക് തെളിയിപ്പിക്കാൻ എല്ലാ ദിവസവും അല്ല, ചൊവ്വാഴ്ച, കൊടിയാഴ്ച ദിവസങ്ങളിൽ വന്ന് വിളക്ക് തെളിയിപ്പിച്ചിട്ട് പോകും. പിന്നെ പായസമൊക്കെ പിന്നീടുണ്ടായതാണ്. പിന്നെ ആദ്യം ഇതൊക്കെ അവലുമാരിൽ പൂജ സാധനങ്ങൾ, പൂജ കഴിക്കുക, കലശം കഴിക്കുക, പോവുക. അന്നും ഈ കോഴിയറവും പൂജയൊക്കെ ഉണ്ട്. അന്ന് ആ കാലം മുതൽ കൊണ്ടുണ്ട് കോഴിയറവ്. ദേശത്തുനിന്ന് കോഴി കൊണ്ടുവരികയാണ്, അല്ലാണ്ട് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട. എനിക്ക് വേണ്ടത് എല്ലാ സാധനവും ദേശക്കാർ കൊണ്ടുവരികയാണ്. ദേശക്കാരുടെ മുല്ലയാണ്. നമ്മൾ ദേശക്കാർ നമ്മളിവിടെ കൊടുത്ത് നിർത്തിയിട്ടുള്ളതാണ്, അല്ലാണ്ട് നമുക്കിവിടെ പൂർവികമായിട്ട് സ്വത്തും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ദേശക്കാർ, ആ സ്ഥലങ്ങൾ, അത്രയും നമ്മുടെ വീടിൻ്റെ സ്ഥലങ്ങൾ, ഇതൊക്കെ ദേശക്കാർ തന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ ഉത്ഭവം അങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ നമ്മളൊക്കെ പിന്നെ അച്ഛന് 4 ആൺമക്കൾ, മുത്തച്ഛനെ 4 ആൺമക്കൾ. അതൊന്ന് അച്ഛൻ്റെ അച്ഛൻ, ഒന്ന് സേതുവിൻ്റെ അച്ഛൻ, പിന്നെ വിദ്യയുടെ അച്ഛൻ, പിന്നെ ഒരാളും കൊണ്ടുണ്ടായിരുന്നു. ഒരു അച്ഛൻ്റെ ചെറിയ ഒരു അനിയനുണ്ടായിരുന്നു നമ്മുടെ കൂടെ, ചെറിയച്ഛൻ എന്ന് പറയും. ഞങ്ങളൊക്കെ ചെറിയച്ഛൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ആ ചെറിയച്ഛനും അങ്ങനെ 4 ആൾക്കാരാണ് അവിടെ ആദ്യമായിട്ടുള്ളത്. അതിനുശേഷം അവരുടെ കീഴ് കൂടുകാർ, അവരുടെ കൂടെ പിന്നീടുണ്ടായിട്ടുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊക്കെ അപ്പോൾ അന്ന് മുതൽ കൊണ്ടുള്ള കാര്യം ഏകദേശം അവിടെ നിത്യപൂജ നടത്തിയിരുന്നത്, എൻ്റെ ഓർമ്മയിൽ അവിടെ നിത്യപൂജ നടത്തിയിരുന്നത് ഉണ്ണിയുടെ അച്ഛനാ നാരായണൻ.
അവരൊക്കെ റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്നു. വിദ്യാധരൻ്റെ അച്ഛൻ ചെറിയത്, അതിൻ്റെ പേര് ചെറിയത് എന്നാണ്. അപ്പോൾ ആൾക്ക് റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു, പട്ടാളം, കുട്ടിരാമൻ. ആ പിന്നെ ചെറിയ അവരുടെ താഴെയാണ് കുട്ടികൃഷ്ണൻ. ആൾക്ക് ഇവിടെ നാട്ടിൽ ഈ കൃഷിയൊക്കെ ഉണ്ടല്ലോ, കൃഷി ഒന്നുണ്ടായിരുന്നു ഈ നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കൃഷി ഒരു 15-20 പറക്കി കൃഷി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു 16 പറക്കി, ഒരു 36 പറക്കി കൃഷി ഉണ്ടായിരുന്നു. ഇവിടെ ഈ വയനാട്ട ഭാഗമായിട്ട് ഇറങ്ങണില്ലേ, ആ കൃഷിയൊക്കെ നമ്മൾ ചെയ്തിരുന്നതാണ്, നമ്മൾ കൃഷി ചെയ്തിരുന്നതാണ്. ഓക്കെ. പിന്നെ പാട്ടബാക്കി, അന്ന് പാട്ടത്തിനാണ് കൃഷി എടുക്കുക. ആ പാട്ടബാക്കി വന്നിട്ട് അത് ഈ തക്കേപ്പാട്ട നമ്പൂരിയുടെ ആയിരുന്നു ആ കൃഷി. അത് ഒഴിഞ്ഞു കൊടുത്തു. പാട്ടബാക്കി വന്നാൽ പിന്നെ അത് ഒഴിഞ്ഞു കൊടുക്കണമല്ലോ, ഒഴിഞ്ഞു കൊടുത്തു. ബാക്കിയുള്ള കൃഷികളൊക്കെ നമ്മൾ നടത്തിയായിരുന്നു. അതായത് വിദ്യയുടെ അച്ഛൻ്റെ കൃഷി അവിടെ ഉണ്ടായിരുന്നു. ഒരു 10 പറക്കി കൃഷി ഉണ്ടായിരുന്നു വിദ്യയുടെ അച്ഛന്. നമ്മുടെ അച്ഛന് ഒരു 12 പറക്കുണ്ടായിരുന്നു കൃഷി. ആ കൃഷിയൊക്കെ നമുക്ക് ഊണ് കഴിക്കാൻ ചിലവ് നെല്ലുണ്ടാക്കാനാ, അതൊക്കെ അവർ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. നമ്മൾക്ക് ഈ കൃഷിയൊക്കെ അവർ തരുന്നതനുസരിച്ച് നമ്മളിവിടെ കൊടുന്നിരുത്തുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇവിടെ അച്ഛൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നാട്ടുകാരുടെ അതാണ് ദേശത്തെ മുല്ല എന്നാണ് പറയുക. അത് ദേശക്കാരാണ് അതിൻ്റെ കസ്റ്റോഡിയൻ. നമ്മളവിടെ നിത്യം അതിൻ്റെ ഇതൊക്കെ നടത്തുക, ഒക്കെ പരിപാലിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ആണ് ഇത്രയും കാലം കഴിഞ്ഞു പോകുന്നത്. പിന്നെ അതെ ശങ്കരൻകുന്നത്ത് പറമ്പ് എന്നാണ് ഇവിടെ വന്ന്. അങ്ങനെയാണ് ശങ്കരൻകുന്നത്ത് പറമ്പ് എന്നൊരു പേരുമുണ്ട്. പിന്നെ മുല്ലക്കൽ, ഇത് ഭഗവതിനെ കൊടുന്ന് വെച്ചപ്പോൾ പിന്നെ അത് മുല്ലക്കലായി. മുല്ലത്തറ, മുല്ലക്കൽ, പരുത്തിപ്പുറം മുല്ലക്കൽ. അതുവരെ ശങ്കരൻകുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ അവിടുന്ന് വരുമ്പോൾ ശങ്കരൻകുന്നത്ത് നിന്നായിരുന്നു. അതാണ് ആ ശങ്കരൻകുന്നത്ത് നിന്നുള്ള പേര് വരാൻ കാരണം. ഇപ്പോൾ പിന്നെ മുല്ലത്തറയായി, അതിനുള്ള കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദേശക്കാരാണ് കൊടുത്ത് ചെയ്തു തരുന്നത്. വാദ്യക്കാരൊക്കെ നമ്മൾ വിളിക്കണ്ട, അവർ ഈ കടവത്ത മാധവൻ നായർ, കോക്കൂര് മാധവൻ നായർ, പിന്നെ ഇവിടെ വേണാട്ടെ ഒരു അച്യുതൻ നായരുണ്ട്, അവരൊക്കെ കൊട്ടുകാരാണ്. അവരാണ് വാദ്യക്കാർ. അവർ അന്ന് പേര് കേട്ട വാദ്യക്കാരാണ്. ആ അവരാണ് വന്നിട്ട് ഇവിടെ കൊട്ടിയിട്ട് അവരാണ് പോവാണ്. അതിനൊന്നും പൈസ ചിലവൊന്നുമില്ല. അത് രാവിലെ വരും, ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവും. അന്ന് പിന്നെ ഈ ഭക്ഷണ പരിപാടിയൊന്നുമില്ല. പിന്നെ മുത്തച്ഛൻ്റെ ചെറുപ്പകാലം മേൽക്കൊണ്ടുള്ള ഇതാകുമ്പോൾ അത്ര വരില്ലേ, ഏകദേശം 100 കൊല്ലം വരും. അന്ന് മുതൽക്കണ്ട ഉണ്ട് ഇതിവിടെ, നാട്ടുകാർക്കൊക്കെ അറിയാം. പിന്നെ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ, അന്ന് ഈ നമ്മുടെ അച്ഛമ്മമാർക്കൊക്കെ ഈ ദേശത്ത് പണിയുണ്ടായിരുന്നു. ദേശത്ത് പണി പറഞ്ഞാൽ ആൾക്കാരുടെ വീട്ടുകളിൽ നമ്മൾ ഈ തുണിയൊക്കെ നമ്മളാണ് അലക്കി കൊടുക്കുക. അങ്ങനെ ഒരു ഇതിലുണ്ട്. അപ്പോൾ വിദ്യയുടെ അച്ഛമ്മ, എൻ്റെ ഓർമ്മയിലാണ് പറയണേ, വിദ്യയുടെ അച്ഛമ്മ, ഉണ്ണിയുടെ അച്ഛൻ്റെ അച്ഛമ്മ, അച്ഛൻ്റെ അച്ഛമ്മ നാരായണി എന്നാണ് പഠിക്കുക. അപ്പോൾ അവർ ദേശത്തായി പിന്നെ പോകും. അപ്പോൾ ഈ ദേശത്ത് പോകുമ്പോൾ അവർ ഈ ആൾക്കാരോടൊക്കെ പറയും, ഇന്ന ദിവസത്തേക്ക് കലശം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് കൊടുത്തയക്കുന്നു. നെല്ല്, നാളികേരം, പച്ചക്കറി. ഈ പരിപാടി കഴിഞ്ഞാലും കുറേ ഒരു പൈസ കൊടുത്തിട്ട് വാങ്ങണ്ടെന്നല്ല, ഈ കലശം കഴിഞ്ഞാലും 1 മാസമൊക്കെ കഷ്ടി ചെലവിനുള്ള വകകൾ അതിൽ നിന്ന് കിട്ടും. ദേശത്തു നിന്ന് ഈ കിട്ടുന്ന വക, നെല്ല്, അരി, പച്ചക്കറി ഒന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് നടത്തിക്കൊണ്ട് വന്നിരുന്നത്. പിന്നെ എന്തായെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ദേശത്ത് ഇവർ പോക്കൊക്കെ നിർത്തി പറഞ്ഞാൽ വയസ്സാകുമ്പോൾ പിന്നെ വയ്യാണ്ടാവില്ലേ. പിന്നെ അതുമാത്രമല്ല, അവരോട് ദേശക്കാരോട് പോയി പറയാൻ നമുക്ക് ഇവിടുന്ന് ആളില്ല. പണ്ട് ഞാനൊക്കെ പണ്ടൊക്കെ പോയിട്ടുണ്ട് ഈ ദേശത്തൊക്കെ. മുല്ലക്കയിലെ കലശാണ്. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ തരും. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളൊക്കെ റെയിൽവേയിലൊക്കെ ജോലിയൊക്കെ കിട്ടി പോയി. അച്ഛനും ഇവരൊക്കെ ജോലിക്കാരായി.
അങ്ങനെ ഓരോ കൊല്ലം തോറും അഭിവൃദ്ധിയും ഉന്നതിയും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്നും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. അതിന് നമ്മൾ നിർദ്ദേശക്കാർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അതിന് എത്ര ചിലവാണെങ്കിലും അത് അവർ വന്ന് നടത്തിയിട്ട് പോകും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ നമ്മൾക്ക് പോവാനും ഇത് ആൾക്കാരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാനും ഇത് വിവരം എന്നുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് അച്ഛൻ സ്വന്തമായിട്ട് ചുരുങ്ങാണ്ടൊരു 15-20 കൊല്ലം സ്വന്തമായിട്ട് സർവീസിലുള്ളപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ് പൂജയ്ക്ക് വേണ്ടുന്നതായ സാധനങ്ങൾ, പച്ചക്കറികൾ, പൂവ് എല്ലാ ആ കൊല്ലക്കാലമായാൽ നമ്മൾ തമിഴ്നാട്ടിൽ ഉള്ള കാലത്ത് അവിടെ നിന്നാണ് കൊണ്ടുവരിക. റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ട് അരി പച്ചക്കറി പൂവ് സാധനങ്ങൾ പലചരക്ക് സാധനം അവിടെ നിന്ന് വാങ്ങിക്കണം. എന്താ വെച്ചാൽ ഇവിടെ അവിടെ ആയിട്ട് വിലയ്ക്ക് വളരെ വ്യത്യാസമുണ്ട്, തമിഴ്നാട്ടിൽ ഇവിടെ ആയിട്ടേ. അപ്പോൾ നമുക്കാണെങ്കിൽ വണ്ടിക്ക് പൈസ വേണ്ട. അപ്പോൾ രാവിലത്തെ വണ്ടിക്കാണ്ട് പോയാൽ 4 മണിയാകുമ്പോഴേക്കും ഇവിടെ വരും ഈ സാധനങ്ങളൊക്കെ. പിറ്റത്തെ ദിവസം കലശം. അപ്പോൾ നമ്മളെ ആൾക്കാരെല്ലാവരും ഇവിടെ സ്വരൂപിച്ചിട്ട് ആ കാര്യങ്ങൾ നടത്തിയേ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്, ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വിപുലീകരിച്ചു. ഇപ്പോൾ കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ ആൾക്കാരുമുണ്ട്. ആൾക്കാർ ധാരാളം ഉണ്ടല്ലോ. ഇപ്പോൾ പണ്ടത്തെ മാതിരി ഒരാൾ 2 ആളല്ല. എൻ്റെ ഓർമ്മയിൽ ഉണ്ണിയുടെ അച്ഛനാണ് രാമകൃഷ്ണൻ. മൂപ്പരാണ് അന്ന് പൂജ കഴിക്കുക. അങ്ങനെ പൂജ കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് അച്ഛൻ ജോലി കിട്ടി റെയിൽവേയിൽ. അച്ഛന് റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്നു. നമ്മുടെ റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ റിട്ടയർ ചെയ്തിട്ട് അച്ഛന് ഇവിടെ ജോലി കിട്ടി. ആ ജോലി തുടർച്ചയായിട്ട് അതിന് പോകാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അസുഖം വന്നു. ആ അസുഖമൊക്കെ ആയി. പിന്നെ ജോലിക്ക് പോകാൻ വയ്യാണ്ടായി. അങ്ങനെ മരിച്ചു. എന്നാൽ അതിൻ്റെ ബെനിഫിറ്റുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അന്നൊന്നും ഇങ്ങനെയുള്ള സംഘടനകളും കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് ഈ സംഭവം. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിത്യപൂജ. അന്ന് ഞാൻ ഇവിടെ പരിചിത സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനാണ് പിന്നെ അച്ഛൻ്റെ ജോലിക്ക് പോകുമല്ലോ. അപ്പോൾ പൂജ നടത്തണ്ടേ. അപ്പോൾ രാവിലെ പൂജ നടത്തിയിട്ടൊന്നും ജോലിക്ക് പോകാൻ പറ്റില്ല. 7 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ആ പൂജ ഞാൻ കുറേ കാലം നടത്തി. കുറേ കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുന്നവരെ 1956 മുതൽ പൂജ നടത്തിയിരുന്നു ഞാൻ. ഈ പൂജ കഴിഞ്ഞിട്ട് അതിലിടയ്ക്ക് 56 ആകുമ്പോഴേക്കും എനിക്ക് ഞാൻ BSNL ഒരു ജോലി കിട്ടി, ടെലിഫോൺ എക്സ്ചേഞ്ചിൽ. ആ ജോലി കിട്ടിയപ്പോൾ അപ്പോഴും ഞാൻ അച്ഛൻ പൂജ കഴിച്ചിട്ടാണ് ആ ജോലിക്ക് പോവുക. ഇവിടെ അതിന് സൗകര്യമുണ്ട്, വൈകിട്ട് പോയാൽ മതി. കാലത്ത് പൂജ കഴിച്ചിട്ടാണ് പോവുക. റെയിൽവേയുടെ ജോലി കിട്ടിയപ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ പോത്തന്നൂരാണ് ജോലി കിട്ടിയത്. ആ പോത്തന്നൂർ ജോലി കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വരാൻ പറ്റില്ലല്ലോ, നിത്യേന വരാൻ പറ്റില്ല. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഗംഗാധരൻ എന്ന് പറഞ്ഞിട്ട് പാപ്പൻ്റെ അനിയൻ ഒരാളുണ്ടായിരുന്നു, അതായത് ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ. മൂപ്പരന്ന് ഇവിടെ ഉണ്ട്. മൂപ്പരുണ്ട്, പിന്നെ രാധാകൃഷ്ണനുണ്ട്, രാജനുണ്ട്. നിങ്ങൾ ആരാ സൗകര്യം വെച്ചാൽ ആരെങ്കിലും ഒരാൾ. ഞാൻ പോയതിന് ശേഷം അങ്ങനെയാണ് എൻ്റെ ഇത് കാര്യങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഇവിടെ വിദ്യയുടെ അച്ഛൻ ഇവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ മൂപ്പര് നടത്തും. അങ്ങനെ നിത്യപൂജ മുടങ്ങാൻ പാടില്ല. അവിടെ നിത്യപൂജ മുടങ്ങണമെങ്കിൽ എന്തെങ്കിലും പുലസംബന്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നടത്താൻ പാടില്ലുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊള്ളണം. പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ അതൊക്കെ നടത്തി വന്നത്. കലശൊക്കെ പിന്നെ നാട്ടിൽ നിന്ന് പിരിവൊക്കെ നിർത്തി പിന്നെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് നടത്തുക. ഇപ്പോൾ അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും നമുക്കിവിടെ വഴിപാടായിട്ട് ആൾക്കാർ കൊടുന്നു തരുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കണമെന്ന് മാത്രം. അതൊരു അക്കൗണ്ട് അതിന് ഇപ്പോൾ നമ്മൾ ചില കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെയൊക്കെ അത് നടത്തിപ്പോയിരുന്നു. മനസ്സിലായില്ലേ? അല്ലാണ്ട് വേറെ ഇതിൽ നമുക്ക് ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലമൊക്കെ ഈ മുല്ലത്തറ അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ അതൊക്കെ നമുക്ക് മനക്കാരുടെ വകയാണിത്. കാരൂർ മന
എൻ്റെ ഓർമ്മയിൽ നാരായണൻ പോയി അയാളൊക്കെ മരിച്ചു പോയി. പിന്നപ്പോൾ അവരൊക്കെ അവരുടെ സ്വത്താണിത്. നമ്മുടെ ഇരിക്കുന്ന 3 വീട്ടുകാർ, അന്ന് 3 വീടാണ്, ഇന്നിപ്പോൾ അത് 10 വീടായി. അത് പക്ഷേ ഈ 3 വീടിൻ്റെ ആ നിൽക്കുന്ന സ്ഥലം കാരൂർ നാരായണൻ നമ്പൂതിരിയുടെയാണ്. ശരി, അതിന് അവർ നമുക്ക് തന്നിട്ട് അവരാണ് ഇവിടെ നമ്മളെ കുടി വെച്ചിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലൊക്കെയാണ്. പിന്നെ ദേശത്തെ നായന്മാർ കുറച്ച് ആൾക്കാരുണ്ട്, മുഖ്യന്മാർ, ദേശമുഖ്യന്മാർ, ദേശത്തെ മുഖ്യന്മാരൊക്കെ ഉണ്ട്. അവരാണ് നമ്മളവിടെ കൂടുന്ന് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അത് മുടങ്ങാണ്ട് നമ്മളിതിപ്പോൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊക്കെ വിപുലീകരിച്ചു. പണ്ടത്തെ മാതിരി ഇന്നത്തെ മാതിരിയുള്ള വിപുലീകരണമൊന്നുമില്ല അന്ന്. എന്ന് വെച്ചാൽ ദാരിദ്ര്യം കഷ്ടം എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രൗഢിയായിട്ട് കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തുന്നുണ്ട്. സദ്യ നടത്തുന്നുണ്ട്, ഉച്ചഭക്ഷണം ഇവിടെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ അന്ന് ഇതങ്ങനെയൊന്നുമില്ല. ആ ഉണ്ടാക്കുന്ന ദിവസം ഒരു ദിവസം ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ എല്ലാവരും പാടെ ചേർന്ന് നമ്മുടെ അമ്മായിമാരൊക്കെ ഉണ്ട്, അച്ചച്ചന്മാരുടെ പെങ്ങന്മാർ. പുലിമുഖത്ത് ഒരമ്മായി, പെരുമുടിയൂരൊരമ്മായി, ഇതൊക്കെ അച്ചച്ചൻ്റെ പെങ്ങന്മാരാണ്. തോന്നൂർക്കര ഒരു അച്ചച്ചൻ്റെ പെങ്ങൾ. ഇവരെല്ലാവരും വരും. അവരും അവരുടെ ആൾക്കാരും ഒക്കെ വരും, കുട്ടികളൊക്കെ വരും. അങ്ങനെയാണ് നമ്മൾ കലശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരനുണ്ടാവും ഒരു കലശത്തിനുള്ള ആൾക്കാർ. അവരൊക്കെ വന്ന് ആഘോഷിച്ച് കലശം നടത്തിയിട്ട് പോവും. അപ്പോൾ അതാണ് അതിൻ്റെ പഴയ ഇത്. ഇപ്പൊക്കെ കുറച്ച് നമ്മൾ കുറച്ച് ഒഴിവാക്കി. അമ്മായിമാരിൽ നിന്ന് അങ്ങനെ ഈ പറഞ്ഞ വീട്ടുകാർ പുലിമുഖം എന്ന് പറഞ്ഞാൽ അറിയാം, കേട്ടിട്ടുണ്ടോ? നെല്ലായ അച്ഛൻ്റെ ഒരു പെങ്ങളാണ്. അച്ഛന് 4 പെങ്ങന്മാരായിരുന്നു. അച്ഛന് 4 പെങ്ങന്മാരായിരുന്നു. പുലിമുഖം, പെരുമുടിയൂർ, ഇവിടെ തോന്നൂർക്കര, പിന്നെ ഒരാൾ, 3 ആൾ, 3 പെങ്ങന്മാർ, അവരുടെ മക്കൾ. അങ്ങനെയാണ് കലശാകുമ്പോൾ അതിനൊക്കെ അവരൊക്കെ വരും, അവരൊക്കെ പങ്കുകൊണ്ടു. അപ്പോൾ ഇതിന് ആളെ നമ്മൾ പുറത്തുനിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ആഘോഷമായിട്ട് നടത്തും. അങ്ങനെയാണ് കലശത്തിൻ്റെ ഉത്ഭവം. എൻ്റെ പേര് പ്രതാപൻ. ഇവിടുത്തെ ഒരു 4ാമത്തെ 5ാമത്തെ തലമുറയായിട്ട് വരും. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്നൊരു ചടങ്ങാണ് മുല്ലക്കിൽ കലശം. കലശത്തിൽ എൻ്റെ അറിവിലും എൻ്റെ ഓർമ്മയിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, കുടുംബത്തിലെ എല്ലാ ആൾക്കാരും, ചെറിയ കുട്ടി മുതൽ ഏറ്റവും വയസ്സായ ആൾക്കാർ വരെ, അന്നേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുമിച്ചിരിക്കാനും വർത്തമാനം പറയാനും എല്ലാ കർമ്മങ്ങളിലും പങ്കുകൊള്ളാനും അവരവരുടെ കുടുംബകാര്യങ്ങളും ഇഷ്ടങ്ങളും സ്നേഹങ്ങളും പങ്കുവെക്കാനും ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയായിട്ടാണ് പണ്ട് മുതൽ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഈ കലശം എന്നതിനോട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുംഭമാസത്തെ കലശം കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം കൂടി ശരിക്കും നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം തരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേരുന്നു എന്നുള്ളതാണ്. ഒത്തുചേർന്ന് നമ്മുടെ തറവാട്ടമ്പലത്തിൽ ചേർന്ന് തറവാട്ടിലുള്ള എല്ലാ ആൾക്കാരും വർത്തമാനം പറഞ്ഞ് ദേവിയുടെ മുന്നിലെത്തി തൊഴുത് ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നു. നമ്മുടെ വീടും പരിസരവും നമ്മുടെ ബന്ധുക്കളെല്ലാവരായിട്ടും പരസ്പരം കാണാനും വർത്തമാനം പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ള അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ പേര് ചന്ദ്രിക. ഞാൻ ബാലൻ്റെ ഭാര്യയാണ്. ഞാൻ വന്നിട്ട് 42 കൊല്ലമായി. ഈ 42 കൊല്ലത്തിൽ അന്ന് നടക്കണ കലശം പോലെ അല്ല ഇന്ന് നടക്കണത്. അന്ന് വയസ്സായ ആൾക്കാർ അന്നത്തെ തലമുറകളുടെ പോലെ അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മളൊന്നും കൂടിയും വിപുലമായിട്ട് നടത്താനുള്ളതാണ്. അന്ന് ഒരു ചടങ്ങ് പോലെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ ചെയ്തിട്ടും വറുത്തിട്ടും പൊടിച്ചിട്ടും അങ്ങനെ കാര്യങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ളൂ, കണ്ടിട്ടുള്ള പരിചയങ്ങൾ. വീട്ടിൽ തന്നെയാണ് എൻ്റെ സാധനങ്ങൾ അടിയും പൊടി ഉണ്ടാക്കലും എല്ലാവരും കൂടി, എല്ലാം ഞങ്ങളുടെ 3 തറവാട്ടിലെ ആൾക്കാരും കൂടിയിട്ട് ആഘോഷം തന്നെ ആയിരുന്നു. ചെറിയ കുട്ടികൾ നല്ലൊരു തിരക്ക് തന്നെയായിരുന്നു ഞങ്ങളുടെ തറവാട്ടിൽ. ഇന്നിപ്പോൾ അതൊന്നും കൂടി അതെ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. അന്നൊക്കെ വീട്ടിൽ തന്നെയാണ് അതെ ചെയ്തിരുന്നത്. ആ ഒരു നൊസ്റ്റാൾജിയാണ് ഇന്നും മനസ്സിൽ കിടക്കുന്നത്. ഞാൻ ബാലന്റെ അനിയ സുനിത, ബാലന്റെ അനിയ ശ്രീധരന്റെ ഭാര്യ സുനിത. പിന്നെ ഇവര് പറഞ്ഞ സുഖം തന്നെ എനിക്കും പറയുള്ളൂ.
എന്നെക്കാളും മൂത്തതല്ലേ അപ്പൊ പിന്നെ വന്നിട്ട് കണ്ടിട്ടും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ള പറയാൻ. ഇന്നും ഞങ്ങളത് യോജിപ്പോട് കൂടി കൊണ്ട് നടക്കണം, സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടിയിട്ട് അത് തലമുറകളായിട്ട് കൊണ്ട് നടക്കണത് അതേപടി തന്നെ ഞങ്ങൾ നടക്കണം. ഇനി ഇവിടെ ജനിച്ചു വളർന്ന ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, അയാളോട് കൂടി അതാ വരുന്നു. ഞാൻ ശശികല, രാമകൃഷ്ണൻ്റെ മകള് ശശികല. ഞാൻ ഈ തലമുറയിൽ ഇപ്പോൾ ഇവിടെ ഒരു മൂത്ത കുട്ടിയാണ്. പിന്നെ എൻ്റെ താഴെയുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ ഇവിടെ വന്ന ചെറിയമ്മമാരും എൻ്റെ നാത്തൂന്മാരും എല്ലാവരും കൂടി ഞങ്ങൾ കുംഭമാസത്തിൽ എല്ലാ കാരണവന്മാരും ചെയ്തതുപോലെ അതിലും ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ട് നടക്കണു. നിത്യപൂജ ഉണ്ട്, അത് ഞങ്ങളുടെ സഹോദരന്മാരൊരാളല്ലെങ്കിൽ ഒരാൾ അത് നടത്തണു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കൊണ്ട് നടക്കുന്നുണ്ട്. മുമ്പത്തേക്കാളും പൂർവികം ഭംഗിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഓരോ കൊല്ലവും കേമമായി നടത്തി വരുന്നു. അമ്മായിമാരും കൊടുത്ത പെൺകുട്ടികളും ചെറിയമ്മമാരും എല്ലാവരും പങ്കുകൊണ്ടും കൊണ്ട് അത് ഭംഗിയായി നടക്കുന്നുണ്ട്. ആങ്ങളമാരെല്ലാവരും ജോലിയും അവരുടെ കാര്യങ്ങളും പാപ്പന്മാരെല്ലാവരും എല്ലാവരുടെ സഹകരണം കൊണ്ടും നാട്ടുകാരും എല്ലാവരും സഹകരിച്ചിട്ട് ഞങ്ങൾ ഭഗവതിയുടെ കാര്യം ഭംഗിയായി കൊണ്ട് നടക്കണം. അതന്നെ പറയാനുള്ളൂ. എൻ്റെ പേര് ശ്രീജ. ഞങ്ങളിവിടെ 5ാം തലമുറയിൽപ്പെട്ട മരുമക്കളായിട്ട് വന്നവരാണ്. ഇവിടെ ഞാൻ വന്നിട്ടിപ്പോൾ 25 വർഷത്തോളമായി. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല ഗംഭീരമായിട്ടാണ് ഒരു കലശം. ഞങ്ങളുടെ അവിടെയൊന്നും ഇത്തരത്തിലുള്ളൊരു കലശവും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു കലശം നടത്തുക, അതുപോലെ തന്നെ കുടുംബങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നിട്ടുള്ള ആ ഒരു ഐക്യം, ഇതെല്ലാം ഇവിടെ വന്നതിന് ശേഷം വളരെ നല്ല രൂപത്തിൽ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്ന ഒരു രൂപത്തിലേക്കുള്ള ഒരു ഇതാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ വന്നതിന് ശേഷം വളരെ ഗംഭീരമായിട്ടാണ് കലശം നടത്തി കണ്ടിട്ടുള്ളത്. ഒരു തറവാടിൻ്റെ ഐക്യത്തോടു കൂടെയുള്ള എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് ആ ഒരു കലശം നടത്തിയിരുന്നത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പരദേവതാ സങ്കല്പം ഇവിടെ അച്ചച്ചന്മാരായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഭഗവതി സങ്കല്പം മുത്തശ്ശനായിട്ട് തന്നെ, മഹാമാന്ത്രികനായിരുന്നു മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മുത്തശ്ശൻ്റെ ഒരു സങ്കല്പം ഭഗവതിക്ക് തൊട്ടപ്പുറത്ത് തന്നെ മുത്തശ്ശനെ കുടിയിരുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് സങ്കല്പത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഭഗവതിയുടെ കലശം എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഞങ്ങൾ വന്ന പെണ്ണുങ്ങളും അതുപോലെ കൊടുത്ത പെണ്ണുങ്ങളും എല്ലാവരും നാട്ടുകാരും എല്ലാവരും കൂടിച്ചേർന്നാണ് നടത്താറുള്ളത്. അതുപോലെ തന്നെ ഉച്ചഭക്ഷണം ഇതൊക്കെ ഇവിടെ ഉച്ചഭക്ഷണത്തോടു കൂടി എല്ലാവരും കുട്ട് മേളം അതുപോലെ വെളിച്ചപ്പാട് ഇതൊക്കെ ഉണ്ടാവും. തായമ്പക എല്ലാം ഉണ്ടാവാറുണ്ട്. അവർക്കൊക്കെ ഉള്ള ഭക്ഷണവും വന്ന നാട്ടുകാർക്കും എല്ലാവർക്കും ദേശത്തെ മുല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നാട്ടുകാരും കൂടെ കൂടിച്ചേർന്നാണ് ഇവിടെ കലശം നടത്താറുള്ളത്. അവരുടെ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മഹാമാന്ത്രികനായ മുത്തശ്ശൻ പ്രതിഷ്ഠിച്ചതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹം വളരെ ഒരു സകലകലാവല്ലഭൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരാളാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞങ്ങൾ വന്നതിന് ശേഷം കേൾവികളാണ് പലതും, ഞങ്ങൾക്ക് മുഴുവനായിട്ടൊന്നും അറിയില്ല. എന്നിരുന്നാലും ഇവിടെ ഈ ഒരു ഭഗവതീനെ പ്രതിഷ്ഠിച്ചത് ഒരു പക്ഷേ ഈ ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തെ മാനിച്ചുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും അതുപോലെ തന്നെ നമ്മൾ ഈ കുടുംബം ഏകൊരുമയോടുകൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും. വളരെ സന്തോഷത്തോടു കൂടിയാണ് കുംഭമാസത്തിൽ ഒരു കലശം നടത്തുന്നത്. പുറമെ നിന്നായാലും ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് മുല്ലത്തറ എന്നുള്ള അതിൻ്റെ ആ ഒരു പേരിനോട് യോജിച്ച് തന്നെ ഭഗവതി അതേ മനസ്സോടുകൂടെ ആ ഒരു ഭാവത്തോടു കൂടെ തന്നെ നമ്മളിലേക്ക് അനുഗ്രഹം ചൊരിയുന്നുണ്ട്. ഞങ്ങളുടെ മക്കൾക്കായാലും ഞങ്ങൾക്കായാലും എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്കൊക്കെ തന്നെ വിശ്വാസം തന്നെയാണ് ഇവിടെ വന്നിട്ട്. ഞാൻ സുധ, 5ാം തലമുറയിലെ മൂത്ത മരുമകളാണ്. ഞാനിവിടെ 25 വർഷം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അമ്മ ഒരുപാട് കാര്യങ്ങൾ ഈ കുടുംബത്തെക്കുറിച്ചും മുല്ലത്തറയെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ആ ഭഗവതിയോടുള്ള അല്ലെങ്കിൽ ഈ കുടുംബത്തോടുള്ള ഒരു ഭയങ്കര ഒരു ആരാധനയും ഈ കുടുംബത്തിൽ എത്തിച്ചേർന്നതിനുള്ള വളരെയധികം സന്തോഷവും ദൈവത്തോട് നന്ദിയുള്ളവളാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഉത്സവത്തോടനുബന്ധിച്ച് വളരെ ആകാംക്ഷയോടുകൂടി ഞങ്ങൾ വളരെ സന്തോഷമായി കാത്തിരിക്കുന്ന ഒരു വേളയാണ് ഈ കുംഭമാസത്തിൽ ഒരു ഞായറാഴ്ച. ഏത് ഞായറാഴ്ചയാണ് സൗകര്യച്ച അതുപോലെ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. എല്ലാവരുടെയും
ഒഴിവുകൾ നോക്കി തീരുമാനിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലാണ് ജോലിയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും അവസരത്തിനനുസരിച്ച് നല്ലൊരു ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്ത് അത് നടത്തുകയാണ് ചെയ്യാറ്. എല്ലാവരും സന്തോഷമായി വരുന്നു, പങ്കെടുക്കുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവരും ശുഭമായി എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് ഞങ്ങൾ പിരിയുന്നു. ഇത്രയൊക്കെയാണ് ഈ കാര്യങ്ങൾ. ബാക്കിയെല്ലാം ഞങ്ങളെ കാരണന്മാരായിട്ടും ചെറിയന്മാരായിട്ടും എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ച് അംഗങ്ങൾ കൂടെ ഇതിൽ പങ്കെടുക്കാണ്ട് മരുമക്കളായിട്ടും മക്കളായിട്ടും ഒക്കെ ഉള്ളവരുണ്ട്. അവരൊക്കെ ജോലി സംബന്ധമായിട്ട് പുറത്താണ്. അവരെത്തുമ്പോഴേക്കും കുറച്ച് വൈകും. അത് കാരണം കൊണ്ടാണ് അവരിതിൽ പങ്കെടുക്കാത്തത്. ഈ ഒരു കുംഭമാസത്തിലെ കലശം ഞങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞു. ഒരു 12 മണിയോട് കൂടെ ഞങ്ങളെല്ലാം അവസാനിച്ച് പിരിയാറാണ് പതിവ്. അന്നത്തെ ഒരു രാത്രി 12 മണിയോട് കൂടെ ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിയും. പിന്നെ ഞങ്ങൾ പിറ്റത്തെ വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. ഈ ഒരു വർഷവും ഞങ്ങൾ ഈ കലശത്തിൻ്റെതായ കാര്യങ്ങളും അത് കഴിഞ്ഞാൽ പറക്കുട്ടി കലശം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വെള്ളരിയിടല്, അതിലെല്ലാ അംഗങ്ങളും കുടുംബത്തിലെ അംഗങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. വൈകുന്നേരത്തെ ഒരു ഭക്ഷണത്തോടു കൂടെ പിരിഞ്ഞ് പിറ്റത്തെ വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ഭഗവതിയുടെ ഒരു കലശത്തിന് വേണ്ടിയിട്ട്.